തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. അരമണിക്കൂറെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറെ നേരം ആയല്ലോ മാഡം. കാര്യമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ചിലപ്പോ അതുകൊണ്ടാവും കൂടുതൽ സമയം എടുക്കുന്നത്. നീ ഇങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. നിന്റെ ഈ പേടി കാരണം എന്തേലും അസുഖം വന്നാലേ ഉള്ളൂ. മാഡം, ഇതാ നിങ്ങളുടെ റിപ്പോർട്ട്. ഞാനിത് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറിന് പെട്ടെന്നൊരു ഫാമിലി എമർജൻസി വന്നതുകൊണ്ട് വീട്ടിലേക്ക് പോകേണ്ടി വന്നു. അതാ എന്റെ കയ്യിൽ തന്നു വിട്ടത്. അദ്ദേഹം മാഡത്തിനെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പേടിക്കാനൊന്നുമില്ലെന്നാ പറഞ്ഞ്. ഇതൊരു സാധാരണ തടുപ്പ് മാത്രമാണ്, ക്യാൻസർ ഒന്നുമല്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഡോക്ടർ കുറച്ച് മരുന്നുകൾ എഴുതി തന്നിട്ടുണ്ട്. അത് കൃത്യമായി കഴിച്ചാൽ മതി, പേടിക്കാനൊന്നുമില്ല. ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ വന്നോളൂ, ഡോക്ടറിനെ നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കാം. താങ്ക് യു മോളെ. ശരി മാഡം. ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ? മരണത്തിൽ നിന്നും കരകയറി വന്നതുപോലെ ഉണ്ട് മാഡം. ഇങ്ങനെ എന്തേലും പ്രശ്നം ഉണ്ടാകുമ്പോ പേടിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. പ്രശ്നങ്ങളെപ്പറ്റി 4 ആളോട് സംസാരിക്കണം. അത് മനസ്സിന്റെ ഭാരം ഇറക്കി വെക്കാൻ വേണ്ടി മാത്രമല്ല. നീ പ്രശ്നങ്ങൾ പങ്കുവെക്കുന്നവരിൽ ആരെങ്കിലും ഒരാൾക്ക് അത് പരിഹരിക്കാനുള്ള വഴി പറഞ്ഞു തരാൻ പറ്റിയെന്ന് വരും. ഇപ്പൊ പേടിയൊക്കെ മാറിയോ? മാറി മാഡം. മാഡം പറഞ്ഞതാ ശരി. പേടിയാ ഏറ്റവും വലിയ പ്രശ്നം. എന്തേലും മോശമായിട്ട് സംഭവിക്കുന്ന പേടിച്ചെന്നാ വൈകാതെ മോശം സംഭവിക്കും. ഞാനും റിസല ചേച്ചിയെ പോലെ വെറുതെ പേടിക്കായിരിക്കും. എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത എനിക്ക് ഇത്രയും വലിയൊരു അപമാനം എങ്ങനെയാ സംഭവിക്കുക? ഈ റിപ്പോർട്ടുകളെല്ലാം ഭദ്രമായി സൂക്ഷിച്ചു വെച്ചോ. അടുത്ത തവണ ഡോക്ടറെ കാണാൻ വരുമ്പോ ഈ റിപ്പോർട്ടുകൾ കൊടുക്കാൻ മറക്കരുത്. ശരി മാഡം. പാർവതി, പാർവതി, ആ കുട്ടി ഇവിടെ ഇരുന്നാണല്ലോ. എവിടെ പോയി? പാർവതി, എന്തു പറ്റി സിസ്റ്റർ? ഇവിടെ ഇരുന്ന് ആ കുട്ടി പോയോ? ഇല്ലല്ലോ, ഇതുവരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ കുട്ടി തിരിച്ചു വരുമ്പോ ഡോക്ടറെ കാണാൻ അകത്തേക്ക് പറഞ്ഞു വിട്ടോ. അവളുടെ റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. ശരി സിസ്റ്റർ. ഓക്കെ. എന്താ മാഡം? മാഡം ആരെയാ നോക്കുന്നത്? ഒന്നുമില്ല. ആ നേഴ്സ് വന്നിട്ട് പാർവതി എന്ന് വിളിച്ചപ്പോ നമ്മുടെ പാർവ ആണോന്ന് ഒരു സംശയം തോന്നി. പാർവതി എന്ന് പേരുള്ള എത്ര പേര് ഈ നാട്ടിലുണ്ട് മാഡം? പാറു ഇപ്പോ കമ്പനിയിൽ ജോലി ചെയ്യായിരിക്കും. ഇത് വേറെ ഏതോ പാർവതിയാ. നമുക്ക് പോയാലോ മാഡം? ശരി.
എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നേ? അയ്യോ സോറി ഏട്ടാ. പ്രിയ, നീയായിരുന്നോ? ചേട്ടനായിരുന്നോ? നമ്മൾ തമ്മിൽ എപ്പോ കണ്ടാലും ഇങ്ങനെ തട്ടലും മുട്ടലും പതിവാണല്ലോ. ചേട്ടാ വണ്ടി